ഹലോ കൂട്ടുകാരെ, കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സുനന്ദയെ വിരുന്ന് വിളിച്ചതിന് സുഭാഷിനെ വഴക്ക് പറയാണ് കേട്ടോ ഭാസ്കരൻ. നിനക്ക് നാണല്ലേടാ അവളെ വിരുന്ന് വിളിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി നിന്റെ ഇഷ്ടം പോലെ അയക്കുമെന്ന് പറഞ്ഞ് ഭാസ്കർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ വിഷമവും കേട്ടോ, പ്രത്യേകിച്ച് നിധിക്ക്. നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും അവരുടെ വഴിക്ക് പിരിഞ്ഞു പോകും കേട്ടോ. പിന്നെ കാണിക്കുന്നത് സുനന്ദയുടെ വീടാണ്. സുനന്ദയുടെ അച്ഛനും അമ്മാവനും കൂടിയിട്ട് അവർക്ക് ഭക്ഷണം ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരായിരുന്നു കേട്ടോ. അപ്പം അമ്മാവൻ പറയുന്നുണ്ട്, നമുക്കിതെല്ലാം ഹോട്ടലിൽ നിന്ന് വരുത്തിച്ചാൽ മതിയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ സുനന്ദയുടെ അമ്മ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ വെച്ച് വിളമ്പിക്കോളാന്ന്. അപ്പോഴേക്കും സുനന്ദ റെഡിയായി വരും കേട്ടോ. ഇത് കാണുമ്പോൾ സുനന്ദയുടെ അച്ഛൻ ചോദിക്കും, നീ നാളെയല്ലേ പോകുന്നേ, അതിനിപ്പോഴേ റെഡി ആവണോ? അപ്പോൾ സുനന്ദ പറയും, അങ്ങോട്ടല്ല, ഞാൻ ഇന്ന് അശ്വിനെയും കൂട്ടിയിട്ട് ഭാസ്കര മാമയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അതിനാണ് റെഡിയായി നിൽക്കുന്നത്. ഇത് കേട്ടതും അച്ഛനും അമ്മാവനും സുനന്ദയുടെ അമ്മയൊക്കെ കൂടി സുനന്ദയെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ടോ. പക്ഷേ സുനന്ദ തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മറ്റാരുടെയും സമ്മതം ആവശ്യമില്ല, അശ്വിൻ്റെ സമ്മതം മാത്രം മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ സുനന്ദ നിൽക്കുന്നത്. അപ്പോഴേക്കും അശ്വിൻ റെഡി ആയിട്ട് വരും. അശ്വിനെ കാണുമ്പോൾ അവർ വിഷയം മാറ്റും കേട്ടോ. അപ്പം അമ്മാവും പറയും, ഞങ്ങളും അവരും തമ്മിൽ ചെറിയൊരു സ്വത്ത് തർക്കം, അതിൻ്റെ ആ പിണക്കം. ഇത് കേൾക്കുമ്പോൾ അശ്വിൻ പറയും, അതൊക്കെ എവിടെയല്ലാത്തത്. അപ്പോഴേക്കും അശ്വിൻ ഒരു കോള് വരും കേട്ടോ. അങ്ങനെ അശ്വിൻ കോളെടുത്ത് പോവും. അശ്വിൻ പോയെന്ന് കണ്ടപ്പോൾ അച്ഛനും അമ്മയും വീണ്ടും സുനന്ദയെ ഉപദേശിക്കാൻ തുടങ്ങിട്ടോ. അപ്പോൾ സുനന്ദ പറയും, ശരി ഞാൻ പോകുന്നില്ല, അങ്ങനെയാണെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ അശ്വിനോട് തുറന്നു പറയും. ഇത് കേട്ടതും അച്ഛനമ്മയ്ക്കും പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാതാവൂട്ടോ. പിന്നെ കാണിക്കുന്നത് സുഭാഷിനെയാണ്. സുഭാഷാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ച് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. സുനന്ദയും ഭർത്താവും വരുന്നതും കാത്ത്. ഇനി ഹാള് തുടയ്ക്കാൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പം നിധി പറയും, ഞാൻ തുടയ്ക്കാമെന്ന്. അപ്പം സുഭാഷ് പറയും, അത് വേണ്ട, ഞാൻ തന്നെ തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് എന്നെ ബക്കറ്റും കോലും കൊണ്ട് പോകട്ടോ. അങ്ങനെ സുഭാഷ് തറ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞൊരു വിളി അടുക്കളവാതിൽ കൂടെ കേൾക്കുന്നത്. അത് നമ്മുടെ സുനന്ദയായിരിക്കും കേട്ടോ. അപ്പോൾ സുധീഷ് പറയും, അവൾക്ക് അതിൽ കൂടെ വന്നല്ലേ ശീലമുള്ളൂ, അതാ അതിൽ കൂടെ തന്നെ വന്നത്. അങ്ങനെ സുഭാഷ് പോയി അടുക്കളവാതിൽ തുറക്കും. എന്നിട്ട് പറയും, എന്താ മോളെ നീ ഇതിൽ കൂടെ വന്നേക്കുന്നത്, മുൻവശത്തിൽ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് മുൻവശത്തിൽ കൂടെ വരുത്തിക്കും കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് സുനന്ദേനെയും ഭർത്താവിനെയും സ്വീകരിക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് വരും. ഭാസ്കരൻ അപ്പോഴും ഫ്രണ്ടിലിരിക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ഇവരങ്ങനെ മൈൻഡൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ സുനന്ദ പറയും, ഇതാ എൻ്റെ ഭാസ്കരമ്മാവൻ. അത് കേട്ടതും വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റൊക്കെ ഊരിക്കളഞ്ഞ് ഭാസ്കരൻ എഴുന്നേറ്റ് വരും കേട്ടോ ഇവരെ സ്വീകരിക്കാനായിട്ട്. അങ്ങനെ സുനന്ദ എല്ലാവരെയും അശ്വിന് പരിചയപ്പെടുത്തി കൊടുക്കും കേട്ടോ. സുഭാഷിനെ കുറിച്ചും സുഭാഷിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട് കേട്ടോ സുനന്ദ അശ്വിനോട്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കായിരിക്കും. അപ്പം അശ്വിൻ ചോദിക്കും, നിങ്ങളാരും ഇരിക്കുന്നില്ലേ? അപ്പോൾ ഇവർ പറയും, പിന്നെ ഇരിക്കാമെന്ന് കേട്ടോ. അപ്പം അമ്മാവനെ വിളിക്കുന്നില്ലേന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും, അച്ഛൻ്റെ സമയമായിട്ടില്ല. ഇതാണെങ്കിൽ ഭാസ്കരൻ പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സമയമായിട്ടില്ലെന്നോ? അങ്ങനെ പറഞ്ഞ് ആളകത്തേക്ക് കയറി വരും കേട്ടോ. എന്നിട്ട് ഭക്ഷണം എടുക്കാൻ പറയും. അങ്ങനെ അവരുടെ ഒപ്പം ഇരുന്ന് ഭാസ്കരനും ഭക്ഷണം കഴിക്കും കേട്ടോ. ഇടയിൽ അശ്വിനോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് അശ്വിൻ കൃത്യമായ മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്ന് സംഭവിച്ചത്.